ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബോറിനെ കുറിച്ചും സ്ട്രോക്കിനെ കുറിച്ചാണ്. ഇത് എന്തൊക്കെ എഫക്ട്സ് ആണ് എഞ്ചിനിൽ കൊണ്ടുവരുന്നത് എന്ന്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. തുടരുന്നതിന് മുമ്പ് തന്നെ ബോർ എന്താണ്, സ്ട്രോക്ക് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ബോർ എന്ന് പറയുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ ഡയമീറ്ററാണ്. ഇതിൽ എക്സ് എന്ന് കാണിച്ചിരിക്കുന്നതാണ് സിലിണ്ടർ ബോർ എന്ന് പറയുന്നത്. സിമിലർലി സ്ട്രോക്ക് എന്ന് പറയുന്നത് നമ്മുടെ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ്. അതായത് TDC മുതൽ BDC വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ Y ആയിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ സിലിണ്ടറിൻ്റെ സ്ട്രോക്കാണ്. സിലിണ്ടറിൻ്റെ ബോറും സ്ട്രോക്ക് ലെങ്തും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ എഞ്ചിൻ്റെ CC നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു 8 സിലിണ്ടർ എഞ്ചിൻ്റെ CC കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് സിലിണ്ടറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയാണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് π/4 B² ചെയ്താൽ മതി. B എന്ന് വെച്ചാൽ നമ്മുടെ ബോർ ഡയമീറ്ററാണ്. പിന്നെ അത് ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് ചെയ്താൽ നമുക്ക് എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിൻ്റെ വോളിയം ആയിരിക്കും. സോ അത് ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ചെയ്താൽ നമുക്ക് എഞ്ചിൻ്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇത് 8 സിലിണ്ടർ ഉള്ളതാണ് ഇവിടെ 8 വന്നിരിക്കുന്നത്. സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ക്രാങ്കിൻ്റെ ഡയമീറ്ററിന് തുല്യമായിരിക്കും. അതായത് ക്രാങ്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്ട്രോക്ക് ലെങ്തിൻ്റെ പകുതിയാണ്. ബോർ ടു സ്ട്രോക്ക് റേഷ്യോ അടിസ്ഥാനമാക്കി നമുക്ക് എഞ്ചിനെ 3 തരംതിരിക്കാൻ സാധിക്കും. ഓവർ സ്ക്വയർ എഞ്ചിൻ്റെ ബോർ എന്ന് പറയുന്നത് സ്ട്രോക്കിനേക്കാളും കൂടുതലായിരിക്കും. സ്ക്വയർ എഞ്ചിനിൽ ബോറും സ്ട്രോക്കും തുല്യമായിരിക്കും. അണ്ടർ സ്ക്വയറിലാണെങ്കിൽ സ്ട്രോക്ക് ലെങ്ത് ബോറിനേക്കാളിലും കൂടുതലായിരിക്കും. ലോങ് സ്ട്രോക്ക് അഥവാ അണ്ടർ സ്ക്വയർ, ബോറും സ്ട്രോക്കും സെയിം ആണെങ്കിൽ അത് സ്ക്വയർ, മറിച്ച് ഷോർട്ട് സ്ട്രോക്ക് ആണെങ്കിൽ അതിനെ ഓവർ സ്ക്വയർ എഞ്ചിൻ എന്നും പറയും. ഈ 3 എഞ്ചിൻ കോൺഫിഗറേഷനിൽ നിന്നും ഏത് സെലക്ട് ചെയ്യുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് എഞ്ചിൻ്റെ പെർഫോമൻസിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകാം. ഇത് നമുക്കിനി നോക്കാം. TDC മുതൽ സിലിണ്ടർ ഹെഡ് വരെയുള്ള ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് സ്ട്രോക്ക് എഞ്ചിനിൽ കൂടുതൽ കംപ്രഷൻ റേഷ്യോ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓവർ സ്ക്വയർ എഞ്ചിൻ്റെ വലിയ ബോർ ഡയമീറ്റർ കാരണം നമ്മൾ ഈ TDCയിൽ നിന്നും സിലിണ്ടർ ഹെഡ് വരെയുള്ള ഹൈറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അണ്ടർ സ്ക്വയറിന് ഉയർന്ന കംപ്രഷൻ റേഷ്യോ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഉയർന്ന തെർമൽ എഫിഷ്യൻസി. അതായത് ഈ എഞ്ചിന് കൂടുതൽ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. ബട്ട് ഇതിൻ്റെ പ്രാക്ടിക്കൽ കേസ് എഫിഷ്യൻസി എന്ന് പറയുന്ന മറ്റ് പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം എത്രത്തോളം എഫക്റ്റീവായിട്ട് കമ്പഷൻ മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് നമുക്ക് അതായത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നോ അതായിരിക്കും ആ എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ഇത് ചെയ്യണമെങ്കിൽ ഈ ഹീറ്റ് പുറത്തോട്ട് ഡെസിപ്പേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കണം. അതായത് നമ്മുടെ ഈ കമ്പഷൻ എക്സ്പോസ് ചെയ്തിരിക്കുന്ന സർഫേസ് ഏരിയ കുറവാണെങ്കിൽ നമ്മുടെ എഞ്ചിൻ്റെ പുറത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് പോകാനുള്ള ഹീറ്റിൻ്റെ എമൗണ്ടും കുറവായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും കമ്പഷൻ എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളത്തിൽ മാത്രമല്ല ഒക്യൂർ ചെയ്യുന്നത്. ഓവറോൾ അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ സ്ട്രോക്ക് നമ്മൾ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ കമ്പഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ഈ കമ്പഷൻ പൂർണ്ണമാകുന്നത് ഏകദേശം എൻഡ് ഓഫ് എക്സ്പാൻഷൻ സ്ട്രോക്കിലായിരിക്കും. സോ നമുക്കറിയാം ഓവറോൾ നമ്മുടെ ഓവറോൾ സ്ട്രോക്ക് ലെങ്ത് മുഴുവൻ ഉള്ള ടോട്ടൽ ഏരിയ ആയിരിക്കും ഇത് എക്സ്പോസ് ചെയ്തിരിക്കുന്ന സർഫസ് ഏരിയ. സോ നമ്മൾ കാൽക്കുലേറ്റ് വെൻ വി ഡു ദ മാത്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും ലോങ് സ്ട്രോക്ക് എഞ്ചിന് കൂടുതൽ എക്സ്പോസ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. പക്ഷേ ക്ലിയറൻസ് വോളിയം മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓവർ സ്ക്വയർ എഞ്ചിനായിരിക്കും ആ പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം സർഫസ് ഏരിയ കൂടുതൽ. പക്ഷെ നമ്മൾ ഓവറോൾ സിലിണ്ടർ സൈസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ്പോസ്ഡ് സർഫസ് ഏരിയ എപ്പോഴും കൂടുതൽ അണ്ടർ സ്ക്വയർ എഞ്ചിനിലായിരിക്കും. സോ ഹീറ്റ് കൂടുതൽ നമ്മുടെ കൂളനിലേക്ക് ഡെസിപ്പേറ്റ് ചെയ്ത് പോകാനും നമുക്ക് പവർ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയും അണ്ടർ സ്ക്വയർ എഞ്ചിനിൽ കൂടുതലാണ്. പക്ഷേ നമുക്കറിയാം എക്സ്പാൻഷൻ റേഷ്യോയ്ക്ക് വളരെ ഉയർന്ന പങ്കാണ് തെർമൽ എഫിഷ്യൻസിയിൽ ഉള്ളത്. അതായത് കൂടുതൽ എക്സ്പാൻഷൻ റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പഷൻ മൂലം ഉണ്ടായ ഹീറ്റിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ടൈമുണ്ട്. കാരണം പിസ്റ്റൺ മുകളിൽ നിന്നും താഴത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മൾ കൺസ്ട്രക്ഷണൽ ഡിഫറൻസ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി കൂടുതൽ കംപ്രഷൻ റേഷ്യോ കൂടുതലുള്ള അണ്ടർ സ്ക്വയർ എൻജിൻസിനായിരിക്കും. ആൻഡ് ഇഫ് യു ടോക്ക് അബൌട്ട് ദ റിലയബിലിറ്റി ഓഫ് ദീസ് 3 മെഷീൻസ്, 3 എഞ്ചിനും റൺ ചെയ്യുന്ന RPM കോൺസ്റ്റൻ്റ് ആണ്. 3ഉം റൺ ചെയ്യുന്നത് ഒരു 5000 RPMലാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ പിസ്റ്റൺ സ്പീഡ് എന്ന് പറയുന്നത് മറ്റ് 2 കോൺഫിഗറേഷനിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും.
And if we assume the same connecting rod length for underscore, overscore and square engine, നമുക്ക് പറയാൻ സാധിക്കും സൈഡ് ത്രസ്റ്റ് എന്ന് പറയുന്നത് അണ്ടർസ്ക്വയർ എഞ്ചിന് വളരെ കൂടുതലായിരിക്കും. സോ പിസ്റ്റണ് തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യതകൾ അവിടെ വളരെ കൂടുതലായിരിക്കും. സോ ഇത് ലൈഫിനെ ചിലപ്പോൾ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യാം. എന്ന് വെച്ചിട്ട് മറ്റ് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഓവർ സ്ക്വയർ എഞ്ചിനും സ്ക്വയർ എഞ്ചിനും ബെറ്റർ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, ലോങ് സ്ട്രോക്ക് എഞ്ചിൻ്റെ ഉയർന്ന സർഫസ് ഏരിയ കാരണം അതെപ്പോഴും നമ്മുടെ വാട്ടർ ജാക്കറ്റ്, അതായത് കൂളൻ ജാക്കറ്റുമായിട്ടും എക്സ്പോസ് ചെയ്തായിട്ടായിരിക്കും ഇരിക്കുന്നത്. സോ എഫക്റ്റീവ് കൂളിംഗ് അണ്ടർ സ്ക്വയർ എഞ്ചിന് സാധ്യമാണ്. എന്നാൽ ഓവർ സ്ക്വയർ എഞ്ചിനാണെങ്കിൽ കൂളിംഗ് അത്ര എഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഈ ഒരേ ഒരു കാരണം കൊണ്ട് തന്നെ ഓവർ സ്ക്വയർ എഞ്ചിൻ പെട്ടെന്ന് ചൂടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ എഞ്ചിൻ്റെ ലൈഫ് അണ്ടർ സ്ക്വയറിനെ അപേക്ഷിച്ച് കുറയാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റേസിംഗ് കാർസൊക്കെ മൾട്ടിപ്പിൾ എൻജിൻസ് നമ്മളെ ഒരു സീസണിൽ തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം സ്പോർട്സ് കാർ ഒന്നും തന്നെ നോർമൽ വാഹനങ്ങളുടെ ഒരു റണ്ണിങ് ആപ്ലിക്കേഷന് വേണ്ടിയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് വി ടോക്ക് അബൌട്ട് പവർ, ഓവർ സ്ക്വയർ എഞ്ചിനാണോ അണ്ടർ സ്ക്വയർ എഞ്ചിനാണോ കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ കഴിയും ഓവർ സ്ക്വയർ എഞ്ചിൻസാണ് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ എഞ്ചിന് വളരെ ഉയർന്ന RPM അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കോൺസിക്വൻ്റ്ലി പവർ എന്ന് പറഞ്ഞാൽ ടോർക്കിനോടും സ്പീഡിനോടും ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. സോ നമുക്ക് പറയാൻ സാധിക്കും ഓവർ സ്ക്വയർ എഞ്ചിൻസ് വളരെ ഉയർന്ന RPM അച്ചീവ് ചെയ്യുകയും അതേപോലെ തന്നെ വളരെ ഉയർന്ന പവർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് സ്പോർട്സ് കാർസും റേസിംഗ് കാർസും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് വളരെ ഉയർന്ന പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ ആണെങ്കിലും ഉറപ്പായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓവർ സ്ക്വയർ എഞ്ചിൻ കോൺഫിഗറേഷൻ. സോ അതുകൊണ്ട് അതിന് വളരെ ഉയർന്ന RPM അച്ചീവ് ചെയ്യാനും ഉയർന്ന പവർ പ്രൊഡ്യൂസ് ചെയ്യാനും സാധിക്കും. നമ്മൾ ടോർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് രണ്ടും ഒരുപാട് വേരിയേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്തുകൊണ്ടെന്നാൽ കമ്പഷൻ മൂലം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷറൈസ് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ പിസ്റ്റണിൻ്റെ മുകളിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പിസ്റ്റണിൻ്റെ ഏരിയയോട് ഡയറക്റ്റ്ലി പ്രപ്പോർഷണലാണ്. ബോർ ഡയമീറ്റർ കൂടുതലാണെങ്കിൽ പിസ്റ്റൻ്റെ ക്രൗണിൻ്റെ ഡയമീറ്ററും കൂടുതലായിരിക്കും. സോ ആ ഏരിയ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് പിസ്റ്റൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതൽ എഫക്റ്റീവും ഹൈയുമായിരിക്കും. ആൻഡ് ഐ അക്സെപ്റ്റ് ലോങ് സ്ട്രോക്ക് എഞ്ചിന് വളരെ ഉയർന്ന ക്രാങ്ക് റേഡിയസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് കൂടുതൽ ടോർക്ക് അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഫോഴ്സ് കൂടിയാലും കൂടുതൽ ടോർക്ക് നമുക്ക് ലഭിക്കും. സോ നമ്മുടെ ഓവർ സ്ക്വയർ എഞ്ചിൻസിലാണെങ്കിൽ കൂടുതൽ ഫോഴ്സ് കൂടുന്നത് കൊണ്ട് തന്നെ ഈ സെയിം ടോർക്ക് റൈസ് നമുക്ക് എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓവർ സ്ക്വയർ എഞ്ചിൻസിന് ഇത്രയും ഉയർന്ന വേഗത്തിലും അതായത് ഉയർന്ന RPM എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അത്രയും എഞ്ചിൻ്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള എയർ ചെല്ലണം. സോ ഇതിൻ്റെ വാൾവ് ട്രെയിൻ അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിരിക്കണം. അതായത് അത്ര ഉയർന്ന RPMലും എഞ്ചിൻ്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടുള്ള എയറിൻ്റെ എമൗണ്ട് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിയണം. ലക്കിലി ഓവർ സ്ക്വയർ എഞ്ചിൻ്റെ ബോർ ഡയമീറ്റർ കൂടുതലായതുകൊണ്ട് തന്നെ സിലിണ്ടർ ഹെഡ് ഡയമീറ്ററും കൂടുതലായിരിക്കും. സോ വളരെ വലിയ വാൾവ്സ് ഓവർ സ്ക്വയർ എഞ്ചിൻസിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. So we can supply more air, which means more fuel, and we can produce more power from an over square engine compared to under square or long stroke engines. So ഇത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ കുറഞ്ഞ RPMലാണെങ്കിൽ നമുക്ക് എയറിന് വേണ്ടത് കൂടുതൽ വെലോസിറ്റിയാണ്. അതായത് ഇത്രയും വലിയ വാൽവ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വണ്ടിക്ക് ലോ RPMൽ എഫിഷ്യൻസി കുറവായിരിക്കും. അതുകൊണ്ട് ലോ എൻജിൻ സ്പീഡ് റേഞ്ചസിൽ നമ്മുടെ അണ്ടർ സ്ക്വയർ എൻജിൻസ് കൂടുതൽ എഫക്റ്റീവായിട്ട് റൺ ചെയ്യും. കാരണം ഇതിൻ്റെ പിസ്റ്റൺ വെലോസിറ്റിയും കൂടുതലായതുകൊണ്ട് എയറിൻ്റെ ടർബുലൻസും കൂടുതലായിരിക്കും. കൂടുതൽ എഫക്റ്റീവ് ഫ്യൂവൽ മിക്സിങ് നമ്മുടെ അണ്ടർ സ്ക്വയർ എൻജിൻസിൻ്റെ അകത്ത് പിസ്റ്റൺ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളിനി ഇഞ്ചക്ഷൻ പ്രഷറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ഇഞ്ചക്ഷൻ പ്രഷർ ഒരു പർട്ടിക്കുലർ ഇഞ്ചക്ഷൻ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്യൂവലിനെ പിസ്റ്റൻ്റെ അതായത് സിലിണ്ടറിൻ്റെ ഓപ്പോസിറ്റ് വാളിലേക്ക് എത്തിക്കാൻ വളരെ എളുപ്പമാണ് അണ്ടർ സ്ക്വയർ എൻജിൻസിൽ. കാരണം അതിൻ്റെ ബോർ ഡയമീറ്റർ കുറവായതുകൊണ്ട്. പക്ഷേ ഓവർ സ്ക്വയർ എൻജിൻസിൽ നമ്മൾ ഫ്യൂവലിനെ നമ്മുടെ സിലിണ്ടറിൽ ഓവറോൾ എത്തിക്കണമെങ്കിൽ ഉയർന്ന ഇഞ്ചക്ഷൻ പ്രഷേഴ്സ് നമുക്ക് യൂസ് ചെയ്യണം. സോ ഉയർന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്യൂവൽ പമ്പ്സ് നമ്മൾ യൂസ് ചെയ്യണം. ഹൈ പ്രഷർ ഫ്യൂവൽ പമ്പ്സ് യൂസ് ചെയ്യണം. സോ അത് എഞ്ചിൻ്റെ കോസ്റ്റ് കൂട്ടും. അതുകൊണ്ടാണ് റേസിംഗ് മെഷീൻസിൽ കൂടുതൽ ഓവർ സ്ക്വയർ എഞ്ചിൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ നോർമൽ വാഹനങ്ങളെല്ലാം അണ്ടർ സ്ക്വയർ എഞ്ചിൻസ് പ്രിഫർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ സ്ക്വയർ എൻജിൻസ് ഇതിൻ്റെ രണ്ടിനെ കോംപ്രമൈസ് ആയതുകൊണ്ടാണ് നമ്മുടെ നോർമൽ വാഹനങ്ങൾ കൂടുതൽ സ്ക്വയർ എൻജിൻസ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അതായത് സ്ട്രോക്കും ബോറും ഏകദേശം തുല്യമായിട്ട് വരുന്ന എൻജിൻസ്. ഇനിയും നമ്മുടെ BS6 റേഞ്ചിൽ കൂടുതൽ ലോങ് സ്ട്രോക്ക് എൻജിൻസ് നമ്മൾ കാണാറുണ്ട്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം
നമ്മുടെ സ്ട്രോക്ക് ലെങ്ത് വളരെ കൂടുതലാണെങ്കിൽ എൻഡ് ഓഫ് കമ്പഷൻ സ്ട്രോക്ക്, അതായത് എൻഡ് ഓഫ് എക്സ്പാൻഷൻ സ്ട്രോക്കിൽ നമ്മുടെ ഓവറോൾ കമ്പഷൻ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നോക്സിൻ്റെ എമിഷൻ നമുക്ക് മറ്റൊരു സോഫിസ്റ്റിക്കേറ്റുള്ള ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് ഡിവൈസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ എമിഷൻ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ BS6 വാഹനങ്ങൾ കൂടുതൽ ലോങ് സ്ട്രോക്ക് എൻജിൻസ് നമ്മൾ കണ്ടുവരുന്നത്, ഈവൻ പെട്രോൾ വാഹനങ്ങളിലാണെങ്കിൽ പോലും. ബോർ വേഴ്സസ് സ്ട്രോക്ക് റേഷ്യോൻ്റെ എഫക്ട്സ് നിങ്ങൾ മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ബെൽ ഐക്കൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ. താങ്ക് യു ഫോർ വാച്ചിങ്.